ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഈ ചാനലിൽ കൂടെ നമുക്ക് ചില നാളുകളായിട്ട് എഫെസ് ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭ ആയിട്ടുള്ള ബന്ധം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് നാം വ്യക്തിപരമായിട്ട് ക്രിസ്തു വ്യക്തിപരമായിട്ട് നമ്മളുടെ ബന്ധം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ അടുത്തേക്ക് ഓർപ്പിക്കാറുള്ളത്, ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും മനുഷ്യരായ നാം ആരാണെന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിട്ടുള്ള നെസസിറ്റി, ആവശ്യകത, ഇൻഡിസ്പെൻസിബിളായിരിക്കുന്ന ആവശ്യകത എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. അതിൽ കൂടെ ക്രിസ്തു ആരാണ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു ആരാണ്, ഞാൻ ആരാണ്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഓരോ ദിവസവും മനസ്സിലാക്കി, രക്ഷയുടെ മാർഗത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്ന ആ സമയത്ത് മനസ്സിലാക്കി, ഇപ്പോഴും മനസ്സിലാക്കി, ഇതിനെല്ലാത്തിൻ്റെയും പരിഹാരങ്ങളും സൊല്യൂഷനുമായിരിക്കുന്ന ക്രിസ്തു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തു ബന്ധത്തിലാണ് ആയിരിക്കുന്നത്, ഞാൻ എത്രത്തോളം ഇടം കൊടുത്തിട്ടുണ്ട്, സ്തോത്രം, അവനോട് സദൃശ്യനായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിൽ കൂടി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കേട്ടു എന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത് കൂടുതൽ നമുക്ക് വെളിച്ചം ലഭിക്കും തോറും അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, താൻ നിയോഗിച്ചിരിക്കുന്ന പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നീതിയിൽ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ലൈറ്റ് വാട്ട് വി റിസീവ്ഡ്, നമുക്ക് ലഭിച്ചതായിട്ടുള്ള വെളിച്ചത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ന്യായം വിധിക്കുന്നത്. നമുക്ക് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നതോറും നമുക്ക് ഗ്രോത്ത് ഉണ്ട്, ക്രിസ്തുവിനോട് നമുക്ക് സദൃശ്യന്മാരായി തീരാം, ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് തീരാം. അതേ സമയത്ത് നമ്മളത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ശിക്ഷാവിധിക്കും ന്യായവിധിക്കും കാരണമായി തരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ക്രിസ്തുവിൻ്റെ മാർഗം ബുദ്ധിമുട്ടുള്ളതല്ല, അവൻ്റെ നുകം മൃദുവാണ്. ന്യായപ്രമാണം എന്ന നുകത്തെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ സോ സോഫ്റ്റ്, വളരെ സൗമ്യതയോടെ, വളരെ സ്നേഹത്തോടെ, നമ്മുടെ ബലഹീനതകൾക്കും നമ്മുടെ കുറവുകൾക്കൊക്കെ അവൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഡോണ്ട് വറി എന്തുമാത്രം മിസ്റ്റേക്സ് നമ്മൾ ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും ചെയ്താലും ഡോണ്ട് വറി, ഞാൻ ഓൾറെഡി അറ്റോൺമെൻറ്റ് നടത്തി കഴിഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ പ്രബോധിപ്പിച്ച്, എന്നാൽ നമ്മൾ വീണ്ടും അകൃത്യം ചെയ്യുവാനല്ല, ആ സംഭവിച്ചു പോയ സ്ലിപ്പിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യുവാൻ അവൻ്റെ കൃപ നമുക്ക് സഫീഷ്യൻ്റ് ആണ്. നമുക്ക് ഏവർക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുന്ന സ്വഭാവമാണ്. ഏതും തോട്ടം തുടങ്ങിയ മനുഷ്യൻ്റെ നേച്ചർ അതാണ്, ക്രിസ്തുവിനെ കൂടാതെ വാഴണം എന്ന്. അതാണ് നമുക്ക് ബൈബിള് വിശദീകരിച്ചു തരുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ നെസസിറ്റി, ആവശ്യകത എന്താണ്, അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ സ്റ്റെപ്പായിട്ട് പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, യെസ്, കൊമ്പിന് മുന്തിരിവള്ളിയെ വിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യന് ക്രിസ്തുവിനെ കൂടാതെ ജീവനില്ല. ഒരു സെക്കൻഡ് പോലും അവനിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നമുക്ക് ജീവനില്ല. നമുക്ക് സ്വയമായൊരു ജീവിതം, ഒരു ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല. വീണ്ടും ജനം പ്രാപിക്കുന്നതിൽ കൂടെ ക്രിസ്തുവിനെ കൂടാതെ വാഴുന്ന സം എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനാക്റ്റീവായിരുന്ന സെയിം ഇൻറ്റേർണൽ ഫാക്കാലിറ്റീസിനെ, അതായത് നമ്മുടെ പ്രാണൻ ആത്മാവിലുള്ള ഇൻറ്റേർണൽ ഫാക്കാലിറ്റീസിനെ വീണ്ടും ജീവിപ്പിച്ചു. ആ ജീവനായിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് എന്നും നമ്മൾ അവനോട് കൂടെയുണ്ടോ, അവൻ നമ്മളിൽ വസിക്കുന്നുണ്ടോ, നമുക്ക് ജീവനുണ്ട്, ഫലം കായ്ക്കും, ഇല്ലെങ്കിലില്ല. ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നതാണ്. നമ്മളെങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് വരുന്ന സമയത്താണ് ഈ രക്ഷ എങ്ങനെ നടക്കും എന്നൊരു വിഷയം അനേകർക്ക് കൺഫ്യൂഷനുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഓൺലി വൺ ആക്റ്റിൽ, വിശ്വാസത്തിൻ്റെ വൺ ആക്റ്റിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായിരുന്ന. നോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച പല വാക്യങ്ങൾ, യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിച്ചു, കൊളോസ്യ ലേഖനത്തിൽ വായിച്ചു, ഹീബ്രുവിൽ വായിച്ചു, റോമൻസിൽ വായിച്ചു. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ
പീറ്ററിലെ വാക്യം വായിച്ചുകൊണ്ടിരിക്കുന്നത് 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 3 തുടങ്ങിയായിരുന്നു നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിച്ചത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം. ഇവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കൂടി ചിന്തിച്ചത്. അപ്പോൾ മിക്കവാറും വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. അത് മുഴുവനും വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് ഭക്തി, ഭക്തിയോട് സ്ഥിരത, സ്ഥിരത ഭക്തി, പിന്നെ സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ആ സ്നേഹം എന്ന് പറഞ്ഞ അഗാപ്പെ ലവ്. നാം ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് വാട്ട് എവർ ബെനിഫിറ്റഡ്, അവർക്ക് നല്ലത് എന്ന് കണ്ടിട്ട് ഈവൻ നമുക്ക് അത് നിവർത്തിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, ഈവൻ മരണം പോലും സഹിക്കേണ്ടി വന്നാലും അത് നിവർത്തിച്ചു കൊടുക്കുന്നതാണ് അഗാപ്പെ ലവ്, ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ആ തികവിലേക്ക് വരണം നമ്മൾ. അതാണ്. അപ്പോൾ ഇത് ഒരു 1 ആക്റ്റിൽ നടക്കുന്നതാണോ? വിശ്വാസത്തിൻ്റെ 1 ആക്റ്റിൽ നടക്കുന്നതാണോ? കാൽവിനിസത്തിൽ വന്ന തിയറിയാണോ അതൊക്കെ? അനേകരെന്ന് മലയാളത്തിൽ മലയാളക്കരയിൽ ശ്രേഷ്ഠന്മാരെന്ന് പ്രഗത്ഭരെന്ന് പേര് പറഞ്ഞ് ലോകമെമ്പാടും ചുറ്റി നടന്ന് പ്രസംഗിക്കുന്നവർ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷാഭദ്രത എന്ന് പറഞ്ഞുകൊണ്ട്. ഫൂളിഷ്നെസ്. ഈ വാക്യം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയ വിശ്വാസത്തോട് വീര്യം. അവിടെ വേഴ്സ് 5 പറഞ്ഞിരിക്കുന്നത് ഫോർ ദിസ് വെരി റീസൺ ആഡിങ് യുവർ ഡിലിജൻസ് ടു ദി ഡിവൈൻ പ്രോമിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടി നമുക്ക് ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ആ തികവിൽ വരുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം ഫ്രീ ഓഫറാണ്. വേഴ്സ് 3 പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ് എവറി എഫേർട്ട് ഇൻ എക്സസൈസിങ് യുവർ ഫെയ്ത്ത് ടു ഡെവലപ്പ് വിർച്യൂ. അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എക്സലൻസ്, റിസൊല്യൂഷൻ, ക്രിസ്ത്യൻ എനർജി. നാം വിശ്വാസിക്കുന്നതിൽ കൂടെ, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിൽ കൂടെ നമ്മൾ ക്രിസ്ത്യൻ എനർജി പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്തിൽ സംതിങ് റോങ്. ഇവിടെയാണ് അനേകർ തെറ്റിക്കിടക്കുന്നത്. വേണമെങ്കിൽ ഡെഫിനേഷൻ പറയാം. വിശ്വാസം എന്ന് ആചിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസത്തെക്കുറിച്ച് വേണമെങ്കിൽ അനേക വാക്യങ്ങൾ നിങ്ങൾ ശബ്ദം കേൾക്കുന്ന ഉടനെ നിങ്ങളുടെ ഹൃദയത്തിൽ വരും. നിങ്ങൾ എന്തേ പറയുന്നത്? വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്തേ പറയുന്നത്? എന്ത് എഫേർട്ട് കൊടുക്കണം? ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വർക്ക്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫിനിഷ്ഡ് വർക്ക്. നിന്റെ ഒറിജിനൽ സിന്നിന് ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിൽ കൂടെ നിനക്ക് കിട്ടിയതായിട്ടുള്ള ആ പാപത്തിന്റെ ശിക്ഷയുടെ കോൺസിക്വൻസ് നിന്നിൽ നിന്ന് മാറാൻ വേണ്ടി അറ്റോൺമെന്റ് നടന്നു. ഹി ക്യാൻ ഓൺലി ഡു ദാറ്റ്. യേശുവിന് മാത്രമേ അത് നിവർത്തിക്കാൻ സാധിക്കുള്ളൂ. അത് പിതാവാദിയും പുത്രനാദിയും തമ്മിലുള്ള ഒരു കവനന്റ് ആണ്. ഞാൻ പറഞ്ഞത് കവനന്റ് ഓഫ് റിഡംപ്ഷൻ. അത് നടത്തി അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പരസ്യമായിട്ട് നിർത്തി പറയുകയാണ്, whoever believe in him shall be freely justified. അതിപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ മാത്രമേ ഫ്രീലി ജസ്റ്റിഫിക്കേഷൻ നടന്നു. സാങ്ക്ടിഫിക്കേഷൻ നടക്കാതെ എങ്ങനെ ദൈവത്തിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ആ മൂവ്മെന്റിൽ ഓഫ് കോഴ്സ് ജസ്റ്റിഫിക്കേഷൻ നടന്നു. നിന്റെ പിൽക്കാല പാപങ്ങളിൽ നിന്ന് വേഴ്സ് 26 വളരെ റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26 വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. മുൻകാല പാപങ്ങൾ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കുന്നതുമാകേണ്ടതിന് ഇക്കാലത്ത് അങ്ങനെ ചെയ്തെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമുക്കൊരു യാത്രയുണ്ട്. അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിവൈൻ നേച്ചർ ഡെവലപ്പ് ആകണം. ആ ഡിവൈൻ നേച്ചറിന്റെ ഫുൾനെസ് ആണ് പറയുന്നത് ലവ്, സ്നേഹം എന്ന് പറഞ്ഞ് നാം ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് കണ്ടുകൊണ്ട് അത് ചെയ്തു കൊടുക്കുവാൻ ആവശ്യമായ ത്യാഗം, ഈവൻ ഡെത്ത്, അതാണ് ക്രൂശിൽ നിവർത്തിച്ചത്. നമ്മൾ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായി തീർന്ന നമ്മളെ നേടുവാൻ വേണ്ടി സൃഷ്ടിതാവ് തന്നെ, നിയമദാതാവ് തന്നെ നമ്മെപ്പോലുള്ള ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് വെളിപ്പെട്ട് വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മെപ്പോലെ ജീവിച്ച് നമ്മെപ്പോലെ സകല പരിശോധനയിൽ കൂടെ കടന്നുപോയി ട്രൈഡ് സ്റ്റോൺ മൂലക്കല്ലായി തീർന്നങ്ങനെയാണ്. ആ കല്ലിന്മേലാണ് തൂക്കുകട്ട വെച്ച് പണിയുവാൻ ദൈവദാസന്മാർ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. ആ ഉദ്യോഗമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കൊളോസ്യരിൽ നിന്ന് പഠിച്ചത്
നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഏതു മനുഷ്യനെയും, വിദ്യാഭ്യാസമുള്ളവനോ കുറഞ്ഞവനോ സ്ത്രീയോ പുരുഷനോ വായിക്കാൻ അറിവില്ലാത്ത ഏതൊരുവരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. തികവനെയാണ് ഈ പറയുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ഇവിടെ ഈ ഇന്ദ്രിയ ജയത്തിന് വരുമ്പോഴാണ് അനേകർ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പോലും പരാജയപ്പെട്ട് കിടക്കുന്നത്. ശലോമോന്റെ ഉദാഹരണം, യേശു ക്രിസ്തു തന്നെ താമരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ കൺമുമ്പിൽ തന്നെ നോക്കിക്കോ, എത്രയോ സുന്ദരമായി പൂക്കൾ, പക്ഷികളുണ്ട്. പറയാണ് ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിന് ഇത്രത്തോളം ചമഞ്ഞില്ല. അതായത് ദൈവം അത്രമാത്രം, ഇവൻ 2 ദിവസം 3 ദിവസം പൂത്ത് നിൽക്കുന്ന ഒരു താമരയെ നോക്കിയിട്ട് പറയാ, അതിനെ ദൈവം ചമയ്ക്കുവാൻ ശക്തനാണ്. അപ്പോൾ തന്നെ ആ ഡിവൈൻ നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടെ പോയേ പറ്റുള്ളൂ. ഇതിന് കുറച്ച് വില കൊടുക്കണം. വിശ്വാസത്തോട് വീര്യം, നിന്റെ വിശ്വാസത്താൽ നിന്നെ ക്രിസ്ത്യൻ എനർജി, അതായത് നീ പ്രതികൂല സാഹചര്യത്തിലാണ് നിനക്ക് മനസ്സിലാകുന്നത് നിന്നെ ക്രിസ്ത്യൻ എനർജിയാണോ ഡെവലപ്പ് ആകുന്നത്. ക്രിസ്ത്യൻ എനർജി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ നിന്നെ ഡെവലപ്പ് ആകുന്നത്, അല്ല നീയാണോ വെളിപ്പെടുന്നത്. ഓരോരുത്തർക്കും മനസ്സിലാകത്തക്കൂടെ ദൈവം നമ്മുടെ ആ പരിശോധനയുടെ പീക്കിനകത്ത് നമുക്ക് സഹിക്കാവുന്ന വിധത്തിലുള്ള പരിശോധനയെ നമ്മുടെ മുമ്പിൽ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഓ ഇത് ക്രിസ്ത്യൻ എനർജി അല്ല, ഇറ്റ് ഇസ് മൈ എനർജി, ഇത് എൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുന്നത്. അവിടെ അക്നോളജ് ചെയ്യുക, ലോർഡ് ഈസ് മൈ മിസ്റ്റേക്ക്, ഇത് ഞാനായി വെളിപ്പെടുന്നു, എന്നെ കർത്താവെന്ന് ഞാൻ സ്വീകരിച്ചു, പക്ഷേ വെളിപ്പെടുന്നു ഞാൻ. കാരണം എന്താ അറിയോ, ആ പ്രതികൂല സാഹചര്യത്തിൽ വെളിപ്പെട്ട് വരുന്ന സ്വഭാവത്തെ അല്ലെങ്കിൽ സെൽഫിന്റെ നേച്ചറിനെ ഡിനൈ ചെയ്യുവാൻ, തള്ളിക്കളയുവാൻ, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം അത് വിട്ട് കളഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയമാണ്. നമ്മൾ നാളുകളായിട്ട് താലോലിച്ച് കൊണ്ട് കിടന്ന മോശയുടെ കയ്യിൽ വടി, 40 വർഷത്തോളം ആടുകളെ മേയ്ക്കാൻ സീനായ് മലയിൽ ഇത്രയുടെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വടിയാണ് അവന്റെ കയ്യിലിരുന്നത്. പക്ഷെ അതിന് താഴെയിടാൻ പറഞ്ഞ് താഴെയിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. ദൈവകൽപ്പന പ്രകാരം അതിന് വാല പിടിക്കാൻ പറഞ്ഞപ്പോൾ അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വടിയായി. അപ്പൊ കൊണ്ട് നടന്നൊക്കെയും അതുപോലെ കൈ മാർബിളത്തിലിടാൻ പറഞ്ഞു, അത് കുഷ്ഠമായി. കൈനീരിപ്പൊക്കെ കുഷ്ഠമായിരുന്നു. ദൈവകൽപ്പന പ്രകാരം അത് വെളിയിലെടുക്കാൻ പറഞ്ഞപ്പോൾ വെളിയിലെടുത്തപ്പോൾ അത് പഴയതുപോലെയായി. അപ്പൊ പഴയ കുറെ നേച്ചർ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ദൈവം ആകർഷിച്ചിട്ടോ അല്ലെങ്കിൽ വിളി കേട്ടിട്ടോ വിളി കേൾക്കാതെയോ വന്നിട്ടും നമ്മൾ കർത്താവിൽ ആശ്രയിച്ചോ, ഹി വിൽ അക്നോളജ് ദാറ്റ്. എല്ലാ മനുഷ്യർക്കും ഫ്രീ ഓഫറായിട്ട് തന്നിരിക്കുന്നതാണ്. അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട്, ആ പ്രായശ്ചിത്തം അംഗീകരിച്ചുകൊണ്ട് തുടർന്ന് എന്റെ വ്യക്തിപരമായ ഒരു, കാരണം ഇറ്റ് വാസ് സിൻ കൺട്രോളിങ് മീ. പാപം എന്ന ശക്തിയായിരുന്നു നമ്മൾ പ്രവർത്തിച്ച് തന്റെ മോഹങ്ങളെ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് നിവർത്തിച്ചു കൊണ്ടിരുന്നത്. അതേ അവയവങ്ങളെ, നമ്മുടെ ഇന്റേണൽ ഫാക്കാലിറ്റീസിനെ, നമ്മുടെ പ്രാണനിലും ആത്മാവിലുള്ള ഇന്റേണൽ ഫാക്കാലിറ്റീസിനെ വീണ്ടും ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, മരിച്ചിരുന്ന അവസ്ഥയിൽ ഇൻആക്റ്റീവ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ആക്റ്റീവ് ആക്കുന്ന ഒരു ചേഞ്ച്, ഒരു പുതിയതായിട്ട് ഒന്നിനും സൃഷ്ടിക്കുന്നില്ല. അവിടെ സെയിം പ്രാണനുള്ള സെയിം ഇന്റലക്ട്, സെയിം ഇമോഷൻസ്, സെയിം ഫ്രീ വില്ല്, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിലുള്ള സെയിം കണ്ടൻസ്, മനസ്സാക്ഷി, അതിനെ തന്നെ ആക്റ്റീവ് ആക്കുന്നതേ ഉള്ളൂ. എങ്ങനെ? ബൈ എക്സസൈസിങ് അവർ ഫെയ്ത്ത്. സ്റ്റിൽ നമ്മുടെ പ്രാണൻ പൂർണ്ണമായി രൂപാന്തരപ്പെട്ടില്ല, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് രൂപാന്തരപ്പെട്ടു, കാരണം പുതു മനുഷ്യൻ വസിക്കുന്നതിനാൽ. പക്ഷെ നമ്മുടെ പ്രാണൻ എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ പ്രാണൻ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഈ പ്രാണനിലേക്ക് എവിടെയാണ് ഇന്ദ്രിയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പ്രാണനിലേക്ക് പലവിധത്തിലുള്ള ഇമോഷൻസ്, പലവിധ നോളജസ് കടന്നു വരുമ്പോൾ അതിനോട് കറസ്പോണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരും. ഇപ്പോൾ അടുത്ത ഒരു കാര്യം വന്നാൽ, നമ്മൾ ഇവിടെ കുമ്മനാട് കൺവെൻഷൻ, ഞാൻ കൺവെൻഷനെ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി പറയല്ല, ഞാൻ ഈ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി പറയുകയാണ്.
പ്രഗത്ഭരായിരുന്ന ദൈവദാസ്, അവർക്ക് ദൈവദാസന്മാരെന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം they are not the servants of God. ദൈവവചനത്തിൽ നിലനിൽക്കാത്ത ഒരുവരെ സെർവൻസ് ഓഫ് ഗോഡ് എന്ന് വിളിക്കാൻ പറ്റുകയില്ല. വാട്ട് എവർ ഹൂഎവർ ഇറ്റ് മേ ബി. അവരെത്ര പേര് കേട്ടിരുന്നവരാലും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് അല്പം മാറിയാൽ, ഞാൻ ഒരു കാര്യം എപ്പോഴും പറയുന്നത്, ദൈവരാജ്യത്തിനായാലും ഹ്യൂമൻ ഗവൺമെന്റിനായാലും there is a law governing പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ഗവേണിംഗ് പ്രിൻസിപ്പിളിന്റെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്, ധാർമ്മികത എന്ന് പറയും മലയാളത്തില്. അതിന് നിലനിർത്താത്ത ഒരു വ്യക്തിത്വവും ഒരു ഗവൺമെന്റ് നിലനിൽക്കുകയില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് സംഗീതത്തിൽ 89:34 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ല, എന്റെ വായുന്ന് പുറപ്പെട്ട് ഭേദഗതി വരുത്തുകയില്ല. ദൈവം തന്നെ കൊണ്ട് തന്നെ തന്റെ നിയമത്തിന്റെ ഇന്റഗ്രിറ്റി, ധാർമ്മികത നിലനിർത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്നത്, നമുക്കും നിയമസഭയിൽ ചില ഹോൾഡ് വേണം, നമുക്ക് പാർലമെന്റിൽ ചില ഹോൾഡ് വേണം. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ തെളിയിച്ചു, ഒരു വിദ്വാനായിട്ട് ഇലക്ഷന് വേണ്ടി നിന്ന് ജയിച്ചു, അപ്പൊ ഞങ്ങൾക്ക് പവറുണ്ട്. എന്താ മനസ്സിലാക്കുന്നേ? നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. സ്നാപക യോഹന്നാൻ തുടങ്ങി ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങിയെന്നാ പറഞ്ഞിരിക്കുക. അതിക്ക് മുമ്പത്തുള്ള കാര്യങ്ങൾ ദൈവരാജ്യം പ്രസംഗിച്ചിട്ടില്ല. അബ്രഹാം തുടങ്ങി പഴയ ഭക്തന്മാർക്ക് മനസ്സിലായി, അവർക്ക് പ്രോമിസ് നൽകിയിരിക്കുന്ന ഈ 1000 ആണ്ട് വാഴ്ചയല്ല, ഈ കാനാൻ ദേശമല്ല, ഇതിനപ്പുറം ഒരു ദേശമുണ്ടെന്ന് മനസ്സിലായി. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിനൊരു നിയമമുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാത്തോണ്ട് നിന്നിൽ വാണിരുന്നത്, നിന്റെ ഇന്റേണൽ ഫാക്കൽറ്റീസിനെ യൂട്ടിലൈസ് ചെയ്തിരുന്നത് പവർ ഓഫ് സിൻ. നീ പാപത്തിന്റെ ദാസിദാസന്മാരായിരുന്നു. എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച റോമൻസ് ചാപ്റ്റർ 6:18 പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീരാം. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ നിന്റെ ഹൃദയത്തില് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. നിന്റെ മനസ്സാക്ഷി, നിനക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസ്, ദൈവരാജ്യത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവരാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് തരുന്നത്. നിന്റെ ഹൃദയത്തിന് വാഴുവാൻ മുൻപ് നീ എന്തായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അതിൽ നിന്നും നിന്നെ പഠിപ്പിക്കുന്ന ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരാം. അതിനാണ് ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ നിനക്ക് ഡിവൈൻ ലോ അനുസരിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം റോമലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അതിനാണ് നിനക്ക് ക്രിസ്തുവിന്റെ ആവശ്യകത. ഡിവൈൻ ലോ ഉള്ള രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് നിന്നെ വിളിക്കുമ്പോൾ അതിന്റെ ധാർമ്മികത അല്ലെ ഇന്റഗ്രിറ്റിയെ മാറ്റിക്കൊണ്ട് നിന്നെ എന്തു ചെയ്യാൻ അനുവദിക്കുന്നവനല്ല നിന്നിൽ വന്നിരിക്കുന്ന ക്രിസ്തു. ദൈവ നീതിക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തവനാണ്. പാപം ചെയ്ത് ദൈവം ശിക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയാണ് അവൻ മരിക്കാനായിട്ട് ജനിച്ചത്. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നത്. അവൻ ജീവിച്ചിരുന്നവൻ മരിക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ന് പ്രസംഗിക്കുകയാണ്, നമുക്ക് ഇൻഫ്ലുവൻസ് വേണം. നീ ഏത് രാജ്യത്തിന്റെ പ്രസംഗിക്കുന്നേ? നിന്നെ ഉദ്യോഗപ്പെടുത്തിയിരിക്കുന്ന എന്താ? നമ്മൾ കൊളേഷ്യൻസ് 1:25 എന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിർവർത്തിക്കേണ്ടത്. നിനക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം ദൈവവചന ഘോഷണത്തിൽ കൂടെ ദൈവരാജ്യം പ്രസംഗിക്കുവാനാണ്. അപ്പോസ്തല പ്രവൃത്തി മുഴുവനും വായിച്ചു നോക്കിയാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു എന്ന്. നീ കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്താ? ഏത് രാജ്യത്തിന്റെ വാക്കുകളാണ് നീ പ്രസംഗിക്കുന്നത്? നിന്നെ നിയോഗിച്ചിരിക്കുന്ന ആരാ? നിന്നെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് എന്താ? നിന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷത്തിനോളം വരുന്ന ജനങ്ങളെ നീ എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്? Whose servant are you are? ആരുടെ സെർവൻ്റാ നിങ്ങൾ? ഇനി ഞാൻ വളരെ പലർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്.
ദൈവമക്കൾ, ഞാൻ അടുത്തൊരു ദിവസത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അതിന് കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാമോ, അല്ലെങ്കിൽ ഭരണതലത്തിലേക്ക് വരാം? ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഇന്നത്തെ ഡെമോക്രസി അനുസരിച്ചുകൊണ്ട്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനത്തിനു വേണ്ടി ജനം തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരി. ഓരോ ഗവൺമെന്റിനും ഒരു ലോ ഉണ്ട്, നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ്. അതിന്റെ ഇന്റഗ്രിറ്റിയെ നിലനിർത്തിക്കൊള്ളാമെന്ന് ഓരോ ഭരണാധികാരി, പ്രസിഡന്റ് തുടങ്ങി താഴെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്താ? ഞാൻ ഈ രാജ്യത്തിന്റെ നിയമത്തിന് അതിന്റെ ഇന്റഗ്രിറ്റിയെ, ധാർമ്മികതയെ നിലനിർത്തിക്കൊള്ളാം. അവർക്ക് ഈ പറഞ്ഞ കാര്യം അവരുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ അവർക്ക് നിലനിർത്താൻ ഇന്നത്തെ ഗവൺമെന്റുകൾ സാധിക്കുമോ? അവർ ഭരിക്കുന്ന ആരാ? അവരെ പിന്താങ്ങിയ രാഷ്ട്രീയ പാർട്ടി. സ്വതന്ത്രനാണെങ്കിൽ തന്നെയും അവര് പിന്താങ്ങുന്ന സെൽഫ് മോട്ടിവേഷനോ മറ്റൊന്നും. ആ നിയമമല്ല, അവർ വെറുതെ പറയും. ചിലർ ബൈബിൾ പിടിച്ചാൽ ദൈവമുള്ള പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചിലർ ലോയുടെ ബുക്ക് എടുത്തുകൊണ്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും, ഞാൻ രാജ്യത്തിന്റെ നിയമത്തിന്റെ ധാർമ്മികത നിലനിർത്തിക്കൊള്ളാമെന്ന്. അവിടുന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി തെറ്റിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി, റോമലേഖനം ചാപ്റ്റർ 13 പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെയാണ് ഭരണവ്യവസ്ഥ വെച്ചിരിക്കുന്ന, അധികാരികൾ വെച്ചിരിക്കുന്നതും. ആ ദൈവം വെച്ചിരിക്കുന്ന ഭരണത്തിന്റെ നിയമവ്യവസ്ഥയുടെ ധാർമ്മികത തെറ്റിച്ചുകൊണ്ട് ഒരുവൻ ഇലക്ഷൻ നിന്ന് ജയിച്ചാൽ അവന് ഭരിക്കാൻ സാധിക്കുമോ? ദൈവം അവന് കൂടെ നിൽക്കുമോ? ഇവരെല്ലാം പ്രസംഗിക്കുന്ന ആരെയാ? നിങ്ങൾക്ക് വേണ്ടി കൊലോഷ്യൻസിനകത്ത് പൗൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം സ്റ്റുവാർഡ്ഷിപ്പ് എന്താ? ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് അതിനെ നിനക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം. സംഭവിച്ചെന്നറിയാം. ഞാൻ പറഞ്ഞു വന്നെന്താ? വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം നഷ്ടപ്പെട്ടു പോയി. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വീരന്മാരായിരുന്ന ദേവദാസന്മാരൊക്കെ വീണ് പോയിട്ട് ഇന്ന് സേറ്റാന്റെ സുവിശേഷകന്മാരായിട്ട് ദൈവരാജ്യത്തിന്റെ അല്ല ലോകരാജ്യത്തിന്റെ പ്രാസംഗികരായിട്ട് മാറിപ്പോയി. ദൈവവചന ഘോഷണമല്ല നടത്തിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അനേക ദൈവ മക്കൾ വീണ് പോകുന്നൊരു ഇടമാണ് ഈ ഇന്ദ്രിയ ജയം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിയന്ത്രിക്കണേ എങ്ങനെ വേണം? വിശ്വാസത്തോട് വീര്യം. ഈ സ്റ്റെപ്പിൽ കിടക്കുന്നേ ഉള്ളൂ. വീര്യം ജഡത്തിന്റെ വീര്യമാണ് കാണുന്നത്, ക്രിസ്തുവിന്റെ വീര്യമല്ല കാണുന്നത്. ഒരു പ്രതികൂല സാഹചര്യത്തിലോ ഒരു ടെംപ്ടേഷൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ നിനക്ക് ആദ്യം വെളിപ്പെടുന്നത് നിന്നെ തന്നെയാണ്. ഇഫ് യു ആർ നോട്ട് ഫുള്ളി ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ടില്ലെങ്കിൽ 80% 90% നിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലായിട്ട് സ്റ്റിൽ there is something balance. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാരണം എന്താ? നിന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. തികഞ്ഞവൻ നോട്ട് 99.9% but 100%. ഓരോരോ റിലേഷനിലും. ഇതിനാണ് ദൈവം അതിന്റെ ഘോഷണം ഒരു ഉദ്യോഗമായിട്ട് ദൈവം വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ട് ദൈവദാസന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ വിശ്വാസിയുടെയും കൂടെ ഉത്തരവാദിത്വമാണ്, ലോർഡ് നീ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന് കൂടെ എന്നെ തികഞ്ഞവളാക്കി പണിതെടുക്കുക. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞാൻ ഏൽപ്പിക്കാം. ചവിട്ടണമെങ്കിൽ ചവിട്ട്, വെട്ടിയെടുക്കണമെങ്കിൽ വെട്ടിയെടുക്കുക, സീസൺ ചെയ്യണമെങ്കിൽ സീസൺ ചെയ്യും. ചവിട്ടി കുഴച്ച് ഒരു പരുവത്തിലാക്കിയിട്ടാണ് ചക്രത്തമ്മിൽ കൊണ്ടുവയ്ക്കുന്നത്. ഒരു പാത്രമായിട്ട് വെളിയിൽ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കുറെ വർക്കുണ്ട്. പറയും, കർത്താവേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ എന്നെ പണിയണമേ. ദൈവ പ്രാർത്ഥന കേൾക്കും, പണിയാൻ ഏൽപ്പിക്കും. അപ്പൊ ഇവിടെ ഇന്ദ്രിയ ജയത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ജസ്റ്റ് yield to the Holy Spirit's work. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാമും കൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത്. വ്യാജ ഉപദേശങ്ങളേക്ക് മാറ്റിവെക്കുക,
എനിക്ക് ക്രിസ്തുവിൽ തികഞ്ഞണം. അതിന്റെ ഔട്ട്കമാണ് ഡിവൈൻ ലവ്, അഗാപ്പെ ലവ്. മറ്റു ഞാൻ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് ബെറ്റർ എന്ന് കണ്ട്, അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനപ്രകാരം നല്ലതെന്ന് കണ്ടുകൊണ്ട് അത് നിവർത്തിക്കാൻ തക്കോടെ ഇവൻ എനിക്ക് എന്ത് ത്യജിക്കേണ്ടി വന്നാലും ഈവൻ ഡെത്ത് ഞാൻ സഹിപ്പാൻ തയ്യാറുള്ളവരാണ്. ഇത് നേച്ചർ നമ്മൾ ഡെവലപ്പായി വരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എത്രത്തോളം യാത്ര മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വിശ്വാസത്തോട് വീര്യം. ആ വീര്യം എന്ന് പറയുമ്പോൾ ആ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ ഫെയിലിയർ ആണ്, നിങ്ങൾക്ക് തന്നെ ജയിക്കാൻ സാധ്യമല്ല. അവിടെ ജസ്റ്റ് ടു സീ ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന് അവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. The whole Bible is teaching that. നിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത നെസസിറ്റി ക്രിസ്തുവിനെ കൂടാതെ നിനക്ക് സാധ്യമല്ല. ജോൺ ചാപ്റ്റർ 15 പഠിപ്പിക്കുന്നതാണ്. കൊമ്പിന്റെ മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവ് തന്നെ പഠിപ്പിച്ചു തരും. അവസാനം നിങ്ങൾ തന്നെ പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവിടെ വരെ എത്തണമെങ്കിൽ കുറെ ദൂരെ യാത്രയുണ്ട്. അതിനേക്കാൾ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയെന്ന് അറിയാമോ? തന്റെ ഫസ്റ്റ് കോളിങ്ങിനെ അനുസരിക്കുന്നവരെ. തന്റെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിനെ വിത്തൗട്ട് എനി ഡിസ്കഷൻ, വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്, ലോർഡ് ഐ ആം ഹിയർ, ശമൂവേൽ പറഞ്ഞതുപോലെ. അത്തരക്കാരെയാണ് ദൈവത്തിന് ആഗ്രഹം. കുറെ ചവിട്ടി മെതിച്ച് ഒന്നിനും കൊള്ളിലാണ്ട് പ്രായമായി 10-80 വയസ്സായപ്പോൾ അന്ന കർത്താവേ പല്ലും പോയി, കാലും കുഴഞ്ഞു, നടുവും പോയി, അന്ന കർത്താവ് നീ എന്നെ പണിതേക്കണ. നിന്നെ പണിതെടുക്കണമെങ്കിൽ നീയും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചെയ്ത പണിയാണ്. സഭാപ്രസംഗി 12-ാം അധ്യായം ആദ്യം ഭാഗത്ത് കുറച്ച് വാക്യങ്ങൾ വായിച്ചു നോക്കണം. സ്തോത്രം. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വരണമെങ്കിൽ വിശ്വാസത്തോട് ക്രിസ്തു നമ്മളിൽ വസിക്കണം. അല്ലാതെ നിയന്ത്രണം ചെയ്യാൻ നേടുന്നവർ അനേകരുണ്ട്. ഈ ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന സന്യാസിമാര്, പക്ഷേ അവര് ആരോട് ഇടപെടാതെ പോയി അവിടെ സന്യാസിച്ചിട്ട് എന്താ കാര്യമുണ്ട്? അത് ക്രിസ്തു അല്ല. അവരെ ജഡത്തെ അവർ നിയന്ത്രിക്കുക, അടിച്ചു നിർത്തി. അതിന്റെ കൂട്ടത്തിൽ ചില ശക്തികളൊക്കെ കിട്ടും അവർക്ക്. അത് ദുഷ്ടാത്മാക്കളാ. യോഗയിൽ കൂടി മറ്റുള്ള കിട്ടുന്നത് വേറെ ശക്തികളാണ്. ഈ ഒരു കാര്യത്തില് വളരെ വളരെ നമ്മൾ ഡിലിജന്റ് ആയിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചവരായിരിക്കണം. എന്തൊരു പ്രതികൂല സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, അവർ റോങ് ആയിരിക്കാം. ആ ഇൻസ്റ്റൻസിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു പക്ഷേ കുടുംബത്തിന് ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിരിക്കാം, മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലായിരിക്കാം, പുറത്ത് സാമൂഹിക തലത്തിലായിരിക്കാം. അവർ റോങ് ആയിരിക്കാം. പക്ഷെ നിന്നിലുള്ള ആ സമയത്ത് റിയാക്ഷൻ എന്താണെന്ന് നിന്നെ പഠിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു സാഹചര്യം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റൻസ് നിന്നിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന എന്താണെന്ന് മനസ്സിലാക്കി ജസ്റ്റ് അക്നോളജ് ഇറ്റ്, ലോർഡ് ദിസ് ഈസ് വാട്ട് ഐ ആം, ഐ നീഡ് യു നൗ. ഉയർത്തെഴുന്നേറ്റതിന് എനിക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ദ്രിയ ജയം പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇത് കിട്ടിയാൽ വളരെ കാര്യങ്ങൾ, കാരണം നമ്മുടെ ഇന്റലക്റ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് there are lot of spirits. ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അതേ നമ്മളെ ആയിരിക്കുന്ന ഈ ലോകത്ത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലുള്ള ജഡം, ഈ ലോകം, സൈറ്റാനിക് കിങ്ഡം, ഇത് മൂന്ന് നമുക്ക് ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യേണ്ടത്. അതിനാണ് നമുക്ക് ക്രിസ്തുവിന്റെ ആവശ്യകത. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് നമ്മളിലുള്ള കുറവ്, നമ്മുടെ സ്വഭാവത്തെ നമുക്ക് കാണിച്ചു തരികയും അതിന്റെ ശിക്ഷാവിധികൾ, അതിന്റെ കോൺസിക്വൻസ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരികയും അതേ സമയത്തിന് അതിന്റെ പൂർണ്ണ സൊല്യൂഷൻ ആയിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, അതാണ് മന്ന ഭക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് മന്ന എന്ന് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ കർത്താവ് പറഞ്ഞത്, എന്റെ മാംസത്തിന്റെ എന്റെ രക്തം പാലിച്ച് ചെയ്തിരിക്കുന്നതിന്റെ ഉള്ളിൽ ജീവനില്ല. ഈ മാംസം ഭക്ഷിക്കുക എന്ന് പറയും, മന്ന ഭക്ഷിക്കുക എന്ന് പറയും, ഈ പ്രോസസ്സിനെയാണ്.
അതിനെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെയിലിടാം. ദ ഹാർഡ് സെയിങ്സ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട്. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്കഷനിലിടാം. എന്താണ് ഈ മന്ന ഭക്ഷിക്കുക എന്ന് പറയുന്നത്? കാത്തലിസം അത് കൊണ്ടുപോയിട്ട് പള്ളിയിലച്ഛൻ ഓസ്തി എടുത്തുകൊണ്ട് വാഴ്ത്തുമ്പോൾ പറയുന്നത്, സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ ഈ അപ്പത്തിലേക്ക് ആവാഹിച്ചിട്ട് വീണ്ടും അവിടെ ബലി നടത്തുക. അതിനാണ് ദിവ്യ ബലി എന്ന് പേരിട്ടിരിക്കുന്നത്. വീണ്ടും അവന് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേൾഡ് വൈഡായിട്ട് നോക്കുമ്പോൾ എത്രയോ കാത്തലിക് ചർച്ചുകൾ ഒരു ദിവസം കുർബാന ചെല്ലുന്നത്. അപ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നത്. എന്നിട്ട് അത് മുറുക്കി ലൈവായിട്ട് അതുപോലെ എൻ്റെ മാംസം തിന്നുക ചെയ്യുന്നത്. എത്ര ഫൂളിഷ്നെസ്! മനുഷ്യന് ബുദ്ധി വരും തോറും, ലോകപരമായിട്ട് മനുഷ്യൻ ബുദ്ധി വരും തോറും സ്പിരിച്വൽ മനുഷ്യൻ കെട്ടുപോവുക ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ ഇന്ദ്രിയ ജയം, ഇതിന് ക്രിസ്തു നമ്മളിൽ വസിച്ചേ പറ്റുകയുള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളാണോ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവാണ്. പൗള് പറഞ്ഞ വാക്യമൊക്കെ പറയും, ഞാനല്ല ഇനി ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അതേ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ട് അത് പറയുന്നപ്പോൾ വിശ്വാസത്തിൻ്റെ സിംഗിൾ ആക്റ്റിൽ നടക്കുന്ന കാര്യമല്ല അത്. അപ്പോൾ ഈ ഇന്ദ്രിയത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ചെവിക്ക് നിയന്ത്രണമുണ്ടോ? കേൾക്കാവുന്നതാണോ കേൾക്കുന്നത്? കേട്ട ഉടനെ അതിനു വേണ്ടി നിങ്ങൾ യെസ് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് കേൾപ്പാൻ വേഗത പറയുവാൻ താമസമുണ്ടോ? നാവിന് നിയന്ത്രണമുണ്ടോ? പഴയ സ്വഭാവങ്ങൾ നാവിൽ കൂടെ പുറത്തു വരുന്നുണ്ടോ? കണ്ണിൻ്റെ സ്വഭാവങ്ങൾ പഴയതുപോലെ കാണാൻ ഇച്ഛിക്കുന്നത് ഇതൊക്കെ കാണുന്നുണ്ടോ? ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഇതെല്ലാം ഒരു സ്റ്റെപ്പിന് ഒരു ആക്ഷൻ നടക്കുന്നല്ല. പ്രീവിയസ് സ്വഭാവങ്ങളും ഇപ്പോൾ നമ്മൾ ഡിഫറൻസിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. വീണ്ടും ജനനം സംഭവിച്ചതിന് ശേഷം എന്നിലെന്തോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതിനെയാണ് ഈ പറയുന്നത്. പക്ഷെ ഇനി നമുക്കത് ഡെവലപ്പ് ആവാനുണ്ട്. അപ്പോൾ അറിയാം ഇപ്പം എങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ഈ സാമൂഹിക ജീവിതം എങ്ങനെ പോകണം? എവിടെ ഓടി ഒളിക്കും? എവിടെ ഓടി ഒളിക്കേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനാണ് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. സഹായകൻ, ഹെൽപ്പർ. ഡിവൈൻ ലോയ്ക്ക് അനുസരിച്ചുകൊണ്ട് ഒരു വക്കീലിനെ പോലെ ഒരു സഹായകനായിട്ട് സർവശക്തിയുള്ള ദൈവം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജസ്റ്റ് yield to him. അപ്പോൾ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം. ഇനി അടുത്ത കാര്യമാണ് ഇന്ദ്രിയജയത്തോട് സ്ഥിരത. In exercising virtue, knowledge, then in exercising knowledge, develop self-control, and in exercising self-control, steadfastness, patience, endurance, സഹിപ്പാൻ കഴിയും, സ്ഥിരത. ഇത് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാൻ സാധിക്കും. ഇതില്ലാതെ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശനമില്ല. ഇത് കൂടാതെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാതെ സിംഗിൾ ആക്ട് ഓഫ് ഫെയ്ത്തിൽ എല്ലാം നടന്നു പഠിപ്പിക്കുന്നത് വെറും ഫൂളിഷ്നെസ് ആണ്. ദിസ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് വളരെ സാവകാശത്തിലിരുന്ന് ഓരോ അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ, നിങ്ങൾ മറ്റൊരു ദേവദാസനോടോ ആരോടും എന്നോടും കമ്പയർ ചെയ്യേണ്ട. നിങ്ങളെന്ന വ്യക്തിയെ എല്ലാം അറിഞ്ഞിട്ടാണ് കർത്താവ് നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. എല്ലാ അവസ്ഥ, നിങ്ങളുടെ എല്ലാ അവസ്ഥ, നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് നിങ്ങളെ ഒന്ന് സാങ്ക്ടിഫൈ ചെയ്യുക, ദൈവത്തിനോട് വേർതിരിച്ചെടുക്കുക, നിങ്ങളുള്ള ഹ്യൂമൻ നേച്ചറിനെ മാറ്റി ഡിവൈൻ നേച്ചർ കൊണ്ടുവരിക. ഇതാണ് പ്രോസസ്സ്. അത് അന്ത്യത്തോളം ക്രിസ്തുവിലുള്ള ആശ്രയത്താലേ സാധിക്കുകയുള്ളൂ. അതിനാണ് ഈ പെർസീവറൻസ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള സ്ഥിരത. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് പോവുള്ളൂ. ഓരോ സ്റ്റെപ്പായിട്ട് ആ എക്സസൈസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി നമ്മൾ പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സാവകാശത്തിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കുക.
അതിന് നാം എത്രത്തോളം ആയിട്ടുണ്ട് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പണിയുന്നതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അനേക ദൈവദാസന്മാരെ ദൈവമക്കളെ ഒരുക്കി നിത്യതയ്ക്ക് വേണ്ടി പൂർണ്ണരാക്കി തീർത്ത അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ പണിയുന്നത്. ജസ്റ്റ് yield to him, ഏൽപ്പിച്ചു കൊടുക്കുക. ആ പണി തടുക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നത് മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 1 to 5 വരെ പഠിക്കുക. അവൻ വെളിപ്പെടുമ്പോൾ അതുവരെ ആര് സഹിച്ചു നിൽക്കും? ആ തീയുടെ അവസ്ഥ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ പ്രതികൂല സാഹചര്യം എന്ന തീ എന്ന് പറയുന്നത്, ആ സാഹചര്യത്തിൽ വെളിപ്പെടുന്നത് എന്താണ്? ക്രിസ്തുവാണ് വെളിപ്പെടുന്നത്, ഞാൻ തന്നെയാണ് വെളിപ്പെടുന്നത്. ഞാൻ വെളിപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ എനിക്ക് മനസ്സിലായി ഇതിനാ നീ ഈ സാഹചര്യം ഒരുക്കിയത്, പ്ലീസ് ഹെൽപ്പ് മീ. ഈ സ്വഭാവം എനിക്ക് വേണ്ട, നിന്റെ സ്വഭാവം എനിക്ക് എന്ന് പറഞ്ഞാൽ മിണ്ടാപ്പൂച്ചയായിട്ടിരിക്കുന്നല്ല. ഓരോ സമയത്തും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും. ഫിസിക്കൽ ആയിക്കോട്ടെ, ആത്മീയമായ കാര്യമായിക്കോട്ടെ, ജ്ഞാനം തരും. നിങ്ങൾ yield ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടെ പ്രവർത്തിച്ച് പഠിപ്പിച്ചു തരും. യെസ് ലോർഡ്, യു ആർ വിത്ത് മീ. നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു തരും. നിങ്ങളൊരു പക്ഷേ സഹോദരിമാർ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഓഫീസ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ല വീട്ടുകാര്യങ്ങൾ ചെയ്തവരായിരിക്കാം. ഏതൊരവസ്ഥ നിങ്ങളെ ഏതവസ്ഥയിൽ പണിതെടുക്കുക ജ്ഞാനമുള്ളവനാണ് കർത്താവ്. അവൻ്റെ ആത്മാവ് നമ്മൾക്ക് നമ്മളീ പണി നടത്തുന്നത്. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക, yield ചെയ്യുക. സാധിക്കും. ഞാനത് അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാൻ പൂർണ്ണമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ പണി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഏതൊരു വിഷയം വന്നാലും സ്ലോവിൽ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുക. എങ്ങനെ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. യെസ്, ലോർഡ് ഈസ് വിത്ത് മീ, ലോർഡ് ഈസ് വിത്ത് മീ. എവരി ഡേ നമുക്ക് മന്ന വേണം. ഒരു പ്രാവശ്യം മന്ന പോലെ എവരി ഡേ നമുക്ക് മന്ന വേണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിനോട് നീ തന്നെ കർത്താവേ അവിടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് അവരെ പഠിപ്പിച്ചെടുക്കുമാറാകണം. നിന്നെ കൂടാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല കർത്താവ്. ബലഹീനതകൾക്കും ഇതിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നീ പണിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.